ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ +2 ഹൈക്കു ആണ് പഠിച്ചത്. ഹൈക്കുവിൻ്റെ 6 ഹൈക്കു ആണ്. അതിലെ 3 കവിതകൾ പഠിച്ചു. ബാക്കി 3 കവിതകൾ കൂടിയുണ്ട്. അത് നമുക്കിന്ന് പഠിക്കാം. ഹൈക്കു എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹൈക്കു എടുത്ത് കേൾക്കണം കേട്ടോ. നോക്കിയേ, 4ാമത്തെ ഹൈക്കു നോക്കുക, വായിക്കാം. ധന്യ ഹേ വർഷ खेतों में कविताएँ बोते किसान, ധന്യ ശ്രേഷ്ഠം. വർഷ മഴ, ഖേത്ത് വയൽ, കവിതായെ കവിതകൾ, ബോന വിതയ്ക്കുക, കിസാൻ കർഷകൻ. ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് നോക്കിയേ, ധന്യ ഹേ വർഷ, മഴ ധന്യമാണ്. ഖേത്തിലെ മഴ പെയ്യുന്നത് കർഷകൻ ആനന്ദമാണല്ലേ. ആ സമയത്ത് ഖേത്ത് വയലിൽ കിസാൻ എന്ത് ചെയ്യുന്നു? കവിതകൾ വിതയ്ക്കുകയും ചെയ്യുന്നു. അവൻ്റെ ജീവിതമാകുന്ന, പുതിയ ജീവിതമാകുന്ന കവിത ആ ഖേത്തിൽ വയലിൽ വിതയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പോയത്തിൻ്റെ അർത്ഥം. അതിൻ്റെ ആൻസറിലേക്ക് നോക്കിയ വിശകലനം ചെയ്യാണ് അതിൻ്റെ അല്ലെ ആശയം. നോക്കിയിരിക്കുക. വർഷ ധന്യ ഹേ, वर्षा किसानों को आनंद देता है. वर्षा के समय किसान अपने प्रयत्न से खेतों में नए जीवन की कविता रचते हैं. अर्थात वर्षा जीवनदायिनी है. വർഷ ധന്യ ഹേ, മഴ ധന്യമാണ്. പോയം എഴുതുമ്പോൾ ഓർത്തിരിക്കുക, ആദ്യം ഓദറിനെക്കുറിച്ച് ഒരു വരി എഴുതണം. അത് ഞാൻ കഴിഞ്ഞ ഹൈക്കുവിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് വേണം ഇത് എഴുതാൻ. നോക്കിയേ, മഴ ധന്യമാണ്. വർഷ എന്ന് വെച്ചാൽ മഴ ധന്യമാണ്. വർഷ കിസാനോ ആനന്ദ് ദേത്താ ഹേ, മഴ കർഷകർക്ക് ആനന്ദം നൽകുന്നു. വർഷാക്കി സമയ എന്ന് വെച്ചാൽ മഴ സമയത്ത് കിസാൻ അപ്പനെ പ്രയത്നിച്ച്, കർഷകൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഖേത്തിലെ വയലുകളിൽ നയ ജീവൻ കി കവിത രചിത്തെ ഹേ, പുതിയ ജീവിതത്തിൻ്റെ കവിത രചിക്കുകയും ചെയ്യുന്നു. അർത്ഥാത് അതായത് വർഷ ജീവൻദായിനി ഹേ, വർഷ ജീവൻദായിനിയും ആകുന്നു, ജീവൻ നൽകുന്നവളും ആകുന്നു. അടുത്ത കണ്ടൻ്റായിട്ട് അതിൻ്റെ നെക്സ്റ്റ് പാരയിൽ എഴുതുക. ഇസ്മേ പ്രകൃതി और മനുഷ്യ के संबंध प्रकट किया जाता है. ഈ ഹൈക്കുവിലെ പ്രകൃതിയും മനുഷ്യൻ്റെ ബന്ധമാണ് പ്രകടമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ എഴുതി കൊടുക്കുക. അടുത്ത 5ാമത്തെ ഹൈക്കുവാണ്, നോക്കിയിരിക്കുക. ജബ് ഭി കോയി ഫൂൽ ഖില ബാഗ് മേ തു യാദ് ആയ, യാദ് ഓർമ്മ, ഖിൽന വിടരുക, ബാഗ് പൂന്തോട്ടം, ഫൂലെ പൂക്കൾ, ജബയപ്പോൾ എപ്പോഴാണോ ഫൂലെ പൂക്കളെ എവിടെയാ പൂന്തോട്ടത്തിൽ വിടരുന്നത്. അതായത് പൂന്തോട്ടങ്ങളിൽ എന്ത് വിടരുന്ന പൂക്കൾ വിടരുന്നു. അപ്പോൾ തു യാദായ, നിനക്ക് എന്ത് വന്നു? യാദ് ഓർമ്മ വരികയും ചെയ്തു. അതായത് പ്രേമിക്കും പ്രേമികയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു ഓർമ്മയാണ് ഈ പോയത്തിൽ കൊടുത്തിട്ടുള്ളത്. അവരുടെ ആ പ്രേമ അമൂല്യമാണ് എന്ന ഒരു സൂചനയാണ് ഇതിൽ കൂടി നൽകുന്നത്. നോക്കിയാൽ നമുക്ക് വായിക്കാം. संयोग के क्षणों में जो वस्तुएं प्रेमी और प्रेमिका को सुख देती हैं और ये वस्तुएं योग में बीते सुखद क्षणों की याद दिलाती हैं. प्रेम कभी मुरझाया नहीं. प्रेमी और प्रेमिका के दिलों में स्मृतियाँ हरा रहती है. എന്നൊക്കെ സംയോഗ के क्षणों में, സംയോഗ ക്ഷണത്തിലെ, ക്ഷണച്ച നിമിഷത്തിലെ, ജോ വസ്തുവെ ഏതൊരു വസ്തുക്കളും പ്രേമിയുടെയും പ്രേമികയുടെയും പ്രേമിക്കും പ്രേമികയ്ക്കും സുഖതെത്തികെ സുഖം നൽകുന്നു. അപ്പം സംയോഗ നിമിഷങ്ങളിലെ ഏതൊരു വസ്തുവും പ്രേമിക്കും പ്രേമികയ്ക്കും സുഖം നൽകുന്നു. ഏ വസ്തുവേ വിയോഗമേ ബീത്തെ സുഖത് ക്ഷണോങ്കി യാദ് ദിലാതിഹെ, ഈ വസ്തുക്കൾ വിയോഗത്തിലും കഴിഞ്ഞുപോയ സുഖ നിമിഷങ്ങളെ ഓർമ്മ നൽകുകയും ചെയ്യുന്നു. ഏതൊരു വസ്തുവാണോ അത് വിയോഗത്തിലും കഴിഞ്ഞുപോയ സുഖത്തെ, ആ സുഖ നിമിഷങ്ങളെ യാദിലാത്തിഹെ ഓർമ്മ നൽകുന്നു. പ്രേമേ കഫി മുർച്ചായ നഹീം, പ്രേമം ഒരിക്കലും മുർച്ചായ നഹീം വാടിപ്പോകാറില്ല. പ്രേമി ആർ പ്രേമികാക്കെ ദിലോമേ സ്മൃതിയാം ഹര രഹ്തിഹെ, പ്രേമിയുടെയും പ്രേമികയുടെയും മനസ്സിൽ എന്ത് ചെയ്യുന്നു? ആ സ്മൃതികൾ ഹര രഹ്തിഹെ, പച്ചപ്പ് പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രേമക്കെ അമൂല്യഹെ, ഇവിടെ എന്താണ്? പ്രേമം അമൂല്യമാണ് എന്നാണ് ഈ ഹൈക്കുവിൽ തന്നിരിക്കുന്നത്. പ്രേമ അമൂല്യഹേ. ഓക്കെ, അടുത്ത 6ാമത്തെ ഹൈക്കുവാണ്, നോക്കുക. ജിനെ നഹോത്ത ദർദ് കാ ആഹസാസെ ആൻസു ഓസ് ഹേ. ജിനെ നഹോത്ത, ആർക്കാണ് ദർദ് എന്ന് വെച്ചാൽ വേദന, അഹസാസെ തോന്നൽ, ആംസു കണ്ണുനീര്, ഓസെ മഞ്ഞുതുള്ളി. ആർക്കാണോ ദർദ് വേദന, കാഹസാസെ എന്ന് വെച്ചാൽ തോന്നൽ, അതായത് വേദനയുടെ തോന്നൽ ആർക്കാണോ അനുഭൂതി ഇല്ലാത്തത്,
അയാൾക്ക് കണ്ണുനീരം വെറും ഓസുക്കെ സമാൻ ഹേ, അതായത് മഞ്ഞുതുള്ളിക്ക് സമാനമാണ്. ദർദെന്ന് വെച്ചാൽ വേദനയുടെ തോന്നൽ ഇല്ലാത്ത ആൾക്ക് ആ കണ്ണുനീര് എന്തുപോലെയാണ്? ഓസിന് സമാനം ആണെന്നാണ് കവി പറയുന്നത്. നോക്കിയേ, വേദനക്കെ ബാരമേ ഹം സെരൂർ ജാനിനാ ചാഹിയേ, വേദനയെപ്പറ്റി തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. വേദനക്കെ കുശി ആരെ പ്യാർക്കോ ഹം മഹത്വ ദേത്തെ ഹേ, വേദന मन को पवित्र बनाती है. जिसने दर्द का अनुभव नहीं किया है वह आंसू का मूल्य नहीं जानता. वह आंसू केवल ओस कणों के समान है. ജീവൻ മേം വേദന കാ സ്ഥാൻ നഹി ഹേ, ജീവിതത്തിൽ എന്തില്ല സ്ഥാനം, വേദനയ്ക്ക് സ്ഥാനമില്ല എന്നാണ് ഈ ഹൈക്കു ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കിന്നോട് വായിക്കാം. വേദനക്കെ ബാരമേ ഹമേ സെരൂർ ജാന്നാ ചാഹിയേ, വേദനയെപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക തന്നെ വേണം. വേദനക്കെ കുശി അത് പ്യാർ കോഹം മഹത്വ ദേത്തെ ഹേ, വേദനയിലെ സന്തോഷവും സ്നേഹവും നമുക്ക് മഹത്വം നൽകുകയും ചെയ്യുന്നു. വേദന മൻ കോ പവിത്ര ബനാത്തെ ഹേ, വേദന മനസ്സിന് പവിത്രത നൽകുന്നു, അല്ലെ ഉണ്ടാകുന്നു. നമ്മുടെ മനസ്സിന് വേദന പവിത്രത, ശുദ്ധം അല്ലെ കോമളത ഉണ്ടാക്കിത്തരുന്നു. ജിസ്നെ ദർദ് കാ അനുഭവം നഹീം കിയാ ഹേ, അയാൾക്ക് ഒരിക്കലും ദർദ് കാ അനുഭവം എന്ന് വെച്ചാൽ ആർക്കാണോ ദർദിൻ്റെ അനുഭവം നഹീം കിയാ ഇല്ലാത്തത്, വഹാൻ സുഖ മൂല്യ നഹീം ജാൻത, അയാൾക്ക് കണ്ണുനീരിൻ്റെ വില എന്താണെന്ന് അറിയില്ല. വഹാൻസു, അയാളുടെ കണ്ണുനീര് കേവലം ഓസ് ഗണങ്ങൾക്ക് മഞ്ഞ് തുള്ളികൾക്ക് സമാനവും ആകുന്നു എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജീവൻ മേ വേദന കാ സ്ഥാൻ നഹി, നമ്മുടെ ജീവിതത്തിലെ വേദനയ്ക്ക് സ്ഥാനമില്ല എന്നാണ് ഈ ഹൈക്കു വിൽ കൂടി അദ്ദേഹം പ്രതിപാദിക്കുകയും ചെയ്തത്. പഠിക്കണം കേട്ടോ. ഹൈക്കു 6 അതിലേതെങ്കിലും ഒരു ഹൈക്കുവെങ്കിലും തീർച്ചയായിട്ടും ആനുവൽ എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.